എല്ലാവർക്കും ഈദാശംസകൾ. ഇന്ന് പെരുന്നാൾ ദിവസത്തിൽ നല്ല ഒരു സർപ്രൈസ് കാണിച്ചു തരാൻ കേട്ടോ വന്നിട്ടുള്ളത്. പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് കിട്ടിയ ഗിഫ്റ്റിന്റെ എണ്ണങ്ങളൊന്ന് കാണണം. ഇത് എന്ത് ഗിഫ്റ്റ് ആണെന്നുള്ളതൊക്കെ ആദ്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം എന്തൊക്കെ എത്ര പാക്ക് ഉണ്ടെന്നുള്ളത് ഒന്ന് കാണി. വാവ്, 1 2 3 4 5 6 7 8 9 10 11 11 ഗിഫ്റ്റ് ബോക്സ് ആണ് നമ്മളെ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയാം. ഇതൊക്കെ സത്യത്തിൽ ഫ്രീ ആണ്, ഫുള്ള് ഫ്രീ കിട്ടിയതാ. നിങ്ങൾക്കും കിട്ടും കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒട്ടിക്കേ. അപ്പൊ ഒന്നാമത്തെ സാധനം എന്താണെന്ന് നോക്കാം. ഗസ്സിന്റെ ലേഡീസിനുള്ള ഒരു സ്പ്രേ. അടിപൊളി ഒരു ബാഗ് പൗച്ച്. ഏതാ കമ്പനി എന്നറിയോ? വൈൽഡ് ക്രാഫ്റ്റിന്റെ ഒരു അടിപൊളി ബാഗ് പൗച്ച് കേട്ടോ. ഇത് ട്രാവൽ ബാഗ് ആണ്, നമുക്ക് എപ്പോഴും ആവശ്യം വരും. കണ്ടില്ലേ? ഇതെന്താണ്? ആമിക്കുള്ള സ്കൂൾ ബാഗ്. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കണ സ്കൂൾ ബാഗ്. ഇത് കുട്ടിക്ക് ഇത് ലേഡീസ് ഉപയോഗിക്കുന്ന ഫേഷ്യൽ റോളർ ആണ്. ഇനി അടുത്ത് ഒട്ടിക്കേ. ഒട്ടിക്കാമിയ ഇത് വലിയൊരു മറ്റൊരു ബാഗ് പൗച്ച്. ഇത് എന്റേതല്ല, ഇതിൻ്റെതാണ്. ഇത് നല്ല എക്സിക്യൂട്ടീവ് ഒരു ട്രാവൽ ബാഗ്. ഇതും അതേമാതിരി തന്നെ കേട്ടോ, വൈൽഡ് ക്രാഫ്റ്റിന്റെ തന്നെയാണ്. നല്ല കമ്പനിയാണ്, സ്റ്റാൻഡേർഡ് കമ്പനിന്റെ. ഗോദ്രേജിന്റെ ഒരു ലോക്കറാണ് കേട്ടോ, ഹോം ലോക്കർ. ചെറിയ കണ്ടമാനം സ്വർണവും പൈസ ഒക്കെ ഉണ്ടായാലേ ഇതിന്റെ ഉള്ളിലാണ് വെക്കട്ടോ. ഇത് കണ്ട് ആരും നാളെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ടോ. ഇതിൽ കാര്യമായിരിക്കും, ഇവിടെ ഒന്നുമില്ല. കാസറോള്, അടിപൊളി ഒരു സ്റ്റൈൻലെസ് കാസറോളാണ് കേട്ടോ. ഒരു അടിപൊളി വാച്ച്, സ്മാർട്ട് വാച്ച് ആണ്. ചെറിയ ഒരു കിറ്റാണ്, ചെറിയ ബോക്സിന്റെ. നമുക്ക് യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു മിനി ബാഗ്. ഇതിൽ നമ്മളെ ടൂത്ത് പേസ്റ്റ്, അതേമാതിരി നമ്മളെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ചെറിയൊരു ബാഗ്. ഇത് നല്ല രസമായിരിക്കും കേട്ടോ. അടിപൊളി ഒരു ബ്ലാങ്കറ്റ്. കിൽറ്റാണ്, കിൽറ്റ്. നല്ലൊരു വലിയൊരു ഡബിൾ കോട്ട് കിൽറ്റ്. ഇപ്പൊ നമ്മളെ 11ാമത്തെ സാധനം. ഇനി 12ാമത്തെ സാധനം. ഇത് കുറച്ച് എടുക്കാൻ പറ്റും. ഇതെന്താണെന്നറിയോ? ഇത് ബ്ലൂ സ്റ്റാറിന്റെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ, ചൂടുവെള്ളം തണുത്തുള്ളൊക്കെ മാറി മാറി കുടിക്കാൻ ഇതിന്റെ മേലെ വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് നമ്മളെല്ലാ സ്ഥാപനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സാധനം കേട്ടോ. വലിയൊരു വാട്ടർ ഡിസ്പെൻസർ ആട്ടോ. നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം ചൂടുവെള്ളം തണുത്തുള്ളൊക്കെ എടുക്കാൻ പറ്റിയ ബ്ലൂ സ്റ്റാറിന്റെ കമ്പനിയാണ്. ഇതൊക്കെ എങ്ങനെ കിട്ടിയത് എന്നുള്ളത് അതിമേലൊക്കെ ഉണ്ടാവും. ഇതിന്റെ പേര് കണ്ടോ? ആക്സിസ് ബാങ്ക് എഡ്ജ് റിവാർഡ്സ്. നമുക്ക് ഏത് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ. പലർക്കും ഈ വിവരം അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനും ഇത് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് മുന്നെയാണ് ഇതൊക്കെ വാങ്ങൽ തുടങ്ങിയത്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വലിയ എമൗണ്ട് ആയിട്ടുണ്ടാവും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ കറക്റ്റ് പേയ്മെന്റ് കൊടുക്കണം. അല്ലാത്തവർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത്. കാരണം ഇതിന്റെ കറക്റ്റ് പേയ്മെന്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ പേയ്മെന്റ് അടക്കണം. മാക്സിമം നമ്മൾ ക്രെഡിറ്റ് കാർഡിലൂടെ നമ്മൾ സാധനങ്ങൾ വാങ്ങി വലിയ എമൗണ്ട് ആക്കുകയും വേണം, കറക്റ്റ് പേയ്മെന്റ് അടക്കുകയും വേണം. എന്നാൽ നമുക്ക് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. കാരണം ഇതേപോലെ റിവാർഡ്സ് പോയിന്റ് ഉണ്ടാവും. നമ്മൾ അതിന്റെ ആക്സിസ് ബാങ്കിന്റെ നമ്മുടെ ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കതിൽ റിവാർഡ്സ്, ആക്സിസ് ബാങ്ക് നല്ല HDFC ബാങ്ക്, ICICI, ഇതേപോലെ എല്ലാ ബാങ്കിൻ്റെയും കിട്ടും.
അപ്പോൾ ഈ റിവാർഡ്സ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അതിന് വാങ്ങാം. അങ്ങനെ കൊടുത്ത് വാങ്ങിച്ച പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഒരു പൈസ പോലും നമുക്ക് ഇതിന് ചിലവില്ല. ഇത് കറക്റ്റ് നമ്മൾ ഇതിൽ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ AC, ഫ്രിഡ്ജ് ഒക്കെ കിട്ടും. ഞാൻ ഒരു ഫ്രിഡ്ജിനും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് എത്തിയിട്ടില്ല, അതും കൂടി എത്താണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എത്തി, 12 ഐറ്റംസും. ഏകദേശം ഇതെല്ലാം കൂടി നമ്മൾ ടോട്ടൽ ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് ഏകദേശം ഒരു 1 lakhിൻ്റെ അടുത്തായിട്ട് ഇതെല്ലാം എത്തും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് എല്ലാം കിട്ടും. അതിൽ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. വീട്ടിലുള്ള ഹോം അപ്ലയൻസ് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതാരും മിസ്സാക്കരുത്. മാക്സിമം ഇത് അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അറിയാതെ കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ ക്രെഡിറ്റ് കാർഡിൽ നോക്കുക. ക്രെഡിറ്റ് കാർഡിൽ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ റിവാർഡ് പോയിന്റ് ഉണ്ടാവും. ആ റിവാർഡ് പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇതേപോലെ സാധനങ്ങൾ തികച്ചും നമ്മൾ സൗജന്യമായിട്ട് വാങ്ങാൻ നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.